അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ വന്നു പോവാതിരിക്കാൻ നാം ശ്രദ്ധിക്കാറുള്ള ജാഗ്രത ചെറുപാപങ്ങളുടെ വിഷയത്തിൽ പലപ്പോഴും കാണിക്കാറില്ല. പക്ഷേ ചെറുപാപങ്ങളും അത്ര നിസ്സാരമല്ല. ചെറുപാപങ്ങൾ ചെറിയതായി മാറുന്നത് വലിയ പാപങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ പാപങ്ങൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ, സ്രഷ്ടാവിനോടുള്ള അനുസരണക്കേട് എന്നുള്ള തരത്തിൽ അത് ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ്. ചെറിയ പാപങ്ങൾ നമുക്ക് ചെറിയ മരക്കൊള്ളുകളോട് ഉപമിക്കാം. ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ അങ്ങിങ്ങായി കിടന്നാൽ അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ ചെറിയ കൊള്ളിക്കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ഒരു കൂട്ടമായി ചേർത്ത് വെച്ചാൽ വേണമെങ്കിൽ അതുകൊണ്ട് ഒരു തീക്കുണ്ടം തന്നെ നിർമ്മിക്കാൻ സാധിച്ചെന്ന് വരും. അങ്ങനെയാണ് ചെറിയ പാപങ്ങൾ പലപ്പോഴായി അങ്ങിങ്ങായി കിടക്കുമ്പോൾ, നമ്മളുടെ ഓർമ്മയിൽ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അത് വലിയ ഗൗരവമായി നമ്മൾ കാണാതിരിക്കുകയും പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യും. അതാണ് ഗൗരവം. നാളെ ആഖിറത്തിൽ ചെറിയ പാപങ്ങളെയും വൻപാപങ്ങളെയും എല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകരോടൊപ്പം ഒരു യുദ്ധം കഴിഞ്ഞ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ഞങ്ങൾ വിജനമായ ഒരു പ്രദേശത്ത് തമ്പടിച്ചു. സൈന്യത്തോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മൃഗങ്ങളുടെ പല്ലുകളോ എല്ലുകളോ നിങ്ങൾ കണ്ടാൽ അത് എത്രയും പെട്ടെന്ന് ശേഖരിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ അങ്ങിങ്ങായി പരതി നോക്കി. പല സ്ഥലങ്ങളിലായി കിടന്നിരുന്ന എല്ലിൻ്റെ കഷ്ണങ്ങളും പല്ലുകളും ഞങ്ങൾ ശേഖരിച്ചൊരു കൂമ്പാരമാക്കി കൊണ്ടുവന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വഹാബികളെ, ഇതുപോലെയാണ് നമ്മുടെ പാപങ്ങൾ. അങ്ങിങ്ങായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുമ്പോൾ ഒന്നുമില്ലെന്ന് തോന്നും. പക്ഷെ അവകളൊക്കെ നാളെ ആഖിറത്തിൽ അല്ലാഹു ഇതുപോലെ ഒരുമിച്ച് കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്വർഗപ്രവേശനത്തെ പോലും അത് ബാധിച്ചേക്കും. അത് വലിയ ഗുരുതരമായി കാണേണ്ട കാര്യമാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് വൻപാപങ്ങളിൽ കാണിക്കുന്ന ജാഗ്രത ഒരു വിശ്വാസി ചെറിയ പാപങ്ങളിലും കാണിക്കേണ്ടതാണ്.